ഇന്ന് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോഴാദ്യം നിങ്ങളെക്കുറിച്ച് പറയൂ. അത് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് പറയൂ. അത് നമുക്കിങ്ങനെ പറയൂ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെൽ, പറയൂ, പറയുക, പറയൂ എന്ന് പറയാം. അപ്പം പറയൂ എന്ന് പറയാൻ ടെൽ ഉപയോഗിക്കാം. ആരോടാ? എന്നോട് പറയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം മീ, എന്നോട് പറയൂ. എബൌട്ട്, കുറിച്ച്. ആരെക്കുറിച്ചാ? യുവർ സെൽഫ്, നിന്നെക്കുറിച്ച്, നിങ്ങളെ തന്നെ എന്ന് പറയുമ്പം നിങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ എന്ന് പറയാം നമുക്ക്. അപ്പോൾ എങ്ങനെ പറയാം? ടെൽ മീ എബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ. ഇവിടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. കാരണം എന്താ? അത് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ പറയുമ്പം എന്തെന്നേ പറയൂ? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അങ്ങനെയാണെങ്കിലേ നീ അവനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. അതെങ്ങനെ പറയും? നീ അവനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഇതും തന്നെ നമുക്ക് നീ എന്ന് പറയണം. നീ എന്ന് പറയാൻ യു ആണെന്ന് നമുക്കറിയാം. യു, നീ അല്ലെങ്കിൽ നിങ്ങൾ. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. പറയുകയുടെ വാക്ക് വേണ്ട ടെൽ, പറയുക. അപ്പം നീ പറയണം എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയും? പറയണം. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആണം എന്നൊക്കെ ചെയ്യണം, പോകണം, അതിനൊക്കെ നമ്മൾ ഷുഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഷുഡും ടെല്ലും കൂടെ ചേർത്ത് പറയുമ്പോൾ ഷുഡ് ടെൽ എന്ന് പറയുമ്പം പറയണം. യു ഷുഡ് ടെൽ, നീ പറയണം. ഹിം, അവനോട്. അവനോട് പറയണമെന്നല്ലേ പറഞ്ഞത്? യു ഷുഡ് ടെൽ ഹിം. എല്ലാം എന്ന് പറയുമ്പം എവരിതിങ് അല്ലെങ്കിൽ ഓൾ എന്നൊക്കെ പറയാം. ഇവിടെ എബൌട്ട് മീ, എന്നെക്കുറിച്ച് ആയതുകൊണ്ട് എവരിതിങ് എന്ന് പറയണം. എവരിതിങ്, എല്ലാം പറയണം. എബൌട്ട് മീ, എന്നെക്കുറിച്ച്. എബൌട്ട് മീ, എന്നെക്കുറിച്ച് എല്ലാം നീ അവനോട് പറയണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് എങ്ങനെ പറയാം? യു ഷുഡ് ടെൽ ഹിം എവരിതിങ് എബൌട്ട് മീ. യു ഷുഡ് ടെൽ ഹിം എവരിതിങ് എബൌട്ട് മീ. എന്നെ കുറിക്കുന്ന എല്ലാം നീ അവനോട് പറയണം, അല്ലെങ്കിൽ നീ അവനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. ഇങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് പറയാൻ നോക്കാം. നടന്ന കാര്യം എന്നോട് പറയൂ. അതെങ്ങനെ പറയാം? നടന്ന കാര്യം എന്നോട് പറയൂ. ഇതെന്തുവാ? കഴിഞ്ഞു പോയ കാര്യം എന്നോട് പറയൂ എന്ന് ഇപ്പം പറയാം. അപ്പോൾ എന്നോട് പറയൂ എന്ന് പറയാൻ നമുക്കിപ്പം നമ്മൾ പറഞ്ഞോളൂ. ടെൽ മീ, എന്നോട് പറയൂ. ടെൽ, പറയുക, മീ, എന്നോട്. എന്ത് സംഭവിച്ചു? അതാണ് എന്തെന്ന് ചോദിക്കാൻ നമുക്ക്. അപ്പോൾ എന്ത് ചോദിക്കാം? വോട്ട്, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ. സംഭവിച്ച് കഴിഞ്ഞ കാര്യമില്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് പറയാൻ വേണ്ടി ഹാപ്പൻഡ് വി ടു ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹാപ്പൻഡ് എടുത്തത്. അപ്പോൾ എങ്ങനെ പറയാം? ഹാപ്പൻഡ് എന്ന് പറഞ്ഞത് വീട്ടു, കഴിഞ്ഞു പോയത് കൊണ്ടാണ്. എന്ത് സംഭവിച്ചു അത് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ടെൽ മീ, എന്നോട് പറയൂ. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്, നടന്ന കാര്യം എന്നോട് പറയൂ എന്നൊക്കെ പറയാം. അവൾ എന്നെക്കുറിച്ച് ചോദിച്ചോ. അതെങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അവൾ എന്നെക്കുറിച്ച് ചോദിച്ചോ. അപ്പോൾ ഇതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. ചോദിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അവൾ എന്നെക്കുറിച്ച് ചോദിച്ചോ. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം പറയാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ചോദിച്ചോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞു പോയ സമയത്തെ കാര്യമോ ചോദിക്കുന്നത്. അപ്പം നമുക്ക് പാസ്റ്റിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള ഹെൽപ്പിംഗ് വെർബ് ഏത് ഉപയോഗിക്കാം? ഡിഡ്. അപ്പോൾ നമ്മൾ ഡിഡ് ആദ്യം എഴുതും, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതും. അവൾ ചോദിച്ചോന്നല്ലേ, അപ്പോൾ എങ്ങനെ എഴുതും? ഡിഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്. ഡിഡ് ഷീ, ചോദിക്കുക, ആസ്ക്. ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആസ്ക്ഡ്. നമുക്കിപ്പോൾ ചോദിച്ചോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഡിഡ് ആദ്യം ചേർത്തത് കൊണ്ട് പിന്നെ ആസ്ക്ഡ് എന്ന് ചേർക്കില്ല, ആസ്ക് എന്ന് മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പം ഡിഡ് ഷീ ആസ്ക് യു, ആരോടാ? നിന്നോട് ചോദിച്ചോ. എബൌട്ട് മീ, എന്നെക്കുറിച്ച്. അടുത്തൊരു സെൻറ്റൻസ് നോക്കിയാൽ, നിനക്ക് അവളെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കാൻ എങ്ങനെ പറയും? നിനക്ക് അവളെക്കുറിച്ച് പറയാമോ, ചെയ്യാമോ, കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ വെർബിൻ്റെ മുന്നിൽ ഏത് ചേർക്കുമെന്ന് പറഞ്ഞു? ചോദ്യം ചോദിക്കുമ്പം ക്യാൻ ടെൽ എന്ന് പറഞ്ഞാൽ കഴിയുമെന്നാണ്. കഴിയുമോ എന്ന് ചോദിക്കാൻ നമ്മൾ ചോദിക്കുമ്പോഴും എന്ത് ചെയ്യും? ക്യാൻ ആദ്യം ചേർക്കും. അപ്പോൾ എങ്ങനെ പറയാം? ക്യാൻ യു ടെൽ മീ എബൌട്ട് ഹെർ. ക്യാൻ യു എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയുമോ, ടെല്ലും കൂടെ ചേരുമ്പോൾ പറയാൻ കഴിയുമോ. മീ, എന്നോട്. എബൌട്ട് ഹെർ, അവളെക്കുറിച്ച്. നിനക്ക് അവളെക്കുറിച്ച് എന്നോട് പറയാൻ കഴിയുമോ. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ.
അപ്പോഴിനി ഇതുപോലുള്ള 2-3 സെൻറ്റൻസ് പറയാമോ, പറയുമോ, നീ പറയുമോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? നീ അവളോട് പറയുമോ? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.